നമസ്തേ മാന്യമിത്രങ്ങളെ. പലപ്പോഴും പലരുടെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ചിലരുടെ ചോദ്യങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മൾക്ക് അതിനുത്തരം പറയാൻ വളരെ ഉത്സാഹമുണ്ടാകും. ചിലരുടെ ചോദ്യങ്ങൾ ശ്രവിക്കുമ്പോൾ എത്ര ബാലിശമായ ചോദ്യമാണ് എന്ന പുച്ഛമുണ്ടാകും. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ വമ്പും വീമ്പും ആർവും എല്ലാം അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അവസരമായി കാണും. എന്നാൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുവാൻ പോലും കഴിയാതെ ഞാൻ കേമനാണ്, മിടുക്കനാണ് എന്ന് ധരിച്ച് സർവ്വവിധമായ അഹങ്കാരങ്ങളും ചീട്ടുകൊട്ടാരം കണക്കിയ തകർന്നടിയുന്നതിനും സാക്ഷിയായി കാണേണ്ടി വരും. അതുപോലെ തന്നെ ചിലരുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാതെ നിറകണ്ണുകളോടുകൂടി നിസ്സംഗനായി നിൽക്കേണ്ടി വരും. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ചാട്ടുളി കണക്കെ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. അത്തരത്തിലുള്ള ഒരവസരത്തിലേക്ക് അടുത്ത കാലത്ത് എത്തുകയുണ്ടായി. പരിപൂർണ ഈശ്വരഭക്തയായ ഒരമ്മയുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കേണ്ടി വന്നു. ആ അമ്മ സങ്കടപ്പെടുന്നതിൻ്റെ കാരണം തനിക്ക് ലഭിച്ച ഒരു സന്തതി ബുദ്ധിവികാസം പ്രാപിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. കാഴ്ചയ്ക്ക് രൂപലാവണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവം, പക്ഷേ ബുദ്ധിവികാസമില്ല. അത് വളരെയേറെ അമ്മയെ വേദനിപ്പിക്കുന്നു. അമ്മയെ വേദനിപ്പിക്കുന്നതിനുള്ള ഉപാധികളായി അമ്മ പറയുന്നത്, ജീവിതത്തിൽ ഇന്ന് വരെ ഈശ്വരനെ മറന്നൊന്നും ചിന്തിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. ഓർമ്മയായ കാലം മുതൽ ക്ഷേത്രങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും ശ്രദ്ധയോടുകൂടി സഹകരിച്ചിരുന്നു. വിദ്യാഭ്യാസകാലത്തും തുടർന്ന് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും പിന്നീട് ഒരു സന്തതിയെപ്പറ്റി ചിന്തിച്ചപ്പോഴും എല്ലാം സർവേശ്വരനോട് ഭജിച്ചുകൊണ്ടാണ്, സർവേശ്വരിയെ ഭജിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തികളൊക്കെ ചെയ്തത്. എന്നിട്ടും തനിക്ക് എന്തേ ബുദ്ധിവികാസം പ്രാപിക്കാത്ത ഒരു കുഞ്ഞിനെ സർവേശ്വരൻ തന്നു? ഈ ജന്മത്ത് ഞാനോ എൻ്റെ പതിയോ അറിഞ്ഞുകൊണ്ട് ഒരു മഹാപാപവും പ്രവർത്തിച്ചിട്ടില്ല, ഒരധർമ്മവും ചെയ്തിട്ടില്ല, ദാനധർമാദികൾ ആവോളം ചെയ്തിട്ടുണ്ട്, വഴിപാടുകൾ കണക്കറ്റ രീതിയിൽ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും തങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരീക്ഷണത്തെ നേരിടേണ്ടി വന്നു? സ്വത്തും സമ്പത്തും ആവോളം സർവേശ്വരൻ തന്നു, പക്ഷേ ബുദ്ധിവികാസം പ്രാപിക്കാത്ത ഒരു കുട്ടിയെ തരിക വഴി ബന്ധുമിത്രാദികളുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ പരിഹാസ കഥാപാത്രമായി മാറേണ്ടി വരുന്നു. ബന്ധുക്കളിൽ ചിലർ പറയുന്നു നിൻ്റെ അഹങ്കാരത്തിൻ്റെ പരിണിതഫലമാണ് എന്ന്, ചിലർ പറയുന്നു നിൻ്റെ കുടുംബത്തിൻ്റെ ദോഷമാണ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു സ്വത്തിനും സമ്പത്തിനും വേണ്ടി ആരോ വരുത്തി വെച്ച കൂടത്രത്തിൻ്റെയും ക്ഷുത്കർമ്മത്തിൻ്റെയും പരിണിതഫലമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളാൽ, അധിക്ഷേപ വാക്കുകളാൽ ഹൃദയം നീറി 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 ജീവിക്കുന്നു എന്ന് ആ സഹോദരി പറയുന്നു. ആദ്യത്തെ സന്തതി ബുദ്ധി വികാസം പ്രാപിക്കാത്തതായതിനാൽ പിന്നൊന്നിനെപ്പറ്റി ചിന്തിക്കുവാൻ തന്നെ ഭയമായിരുന്നു. ക്രമേണ വേണ്ട എന്ന് തന്നെ വെച്ചു. ഇപ്പോൾ ചിന്ത വരുന്നു, തങ്ങളുടെ കാലശേഷം ഇവളെ ആര് സംരക്ഷിക്കും? ഇന്നോ നാളെയോ തങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയി മറയും. പിന്നീട് ഇവൾക്ക് ആരാണ് തുണ? സ്വത്തിനും സമ്പത്തിനും വേണ്ടി സ്വന്തം സഹോദരങ്ങളെപ്പോലും കൊല്ലുവാൻ മടിക്കാത്ത ഈ സമൂഹത്തിൽ ഇവളെ ഏകയാക്കി എങ്ങനെ കടന്നു പോകുവാൻ കഴിയും? സമാധാനത്തോടുകൂടി എങ്ങനെയൊന്നുറങ്ങുവാൻ കഴിയും? ഇത്തരത്തിലുള്ള ആധികളാൽ നീറുകയാണ് അമ്മ. ആ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികളല്ല, ധാരധാരയായി ഒഴുകുന്നത് അഗ്നിഗോളങ്ങളാണ്. ഉള്ളിലെ നീറ്റലുകൾ കനൽക്കട്ടകൾ കണക്കെ പുറത്തേക്ക് ഒഴുകുകയാണ്. എന്തു പറയും ആ അമ്മയോട്? ഇവിടെയെല്ലാം ആശ്വസിപ്പിക്കുവാൻ വേദവാക്യങ്ങൾ ആവോളമുണ്ട്. പറയുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, താൻ നിരന്തരം ചെയ്യുന്നതിൻ ഫലം താൻ അനുഭവിച്ചിടും എന്ന്. കാരണം ഈ ജന്മത്ത് ഞാൻ അനുഭവിക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളും കഴിഞ്ഞ ജന്മത്ത് ഞാൻ തന്നെ ചെയ്തു വെച്ച സുഹൃതത്തിൻ്റെ പരിണിത ഫലമാണ്. അങ്ങനെയെങ്കിൽ ഈ ജന്മത്ത് ഞാൻ അനുഭവിക്കുന്ന സർവ്വ സങ്കടങ്ങളും കഴിഞ്ഞ ജന്മത്ത് ഞാൻ തന്നെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിണിത ഫലമാണ്. ഈശ്വര സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ ജന്മമാണ് മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം ഭഗവാൻ തന്നത് ഇനിയും ഒരു ജന്മമേ ഉണ്ടാകരുത്. ഈ ജന്മത്തിന് ശേഷം ഭഗവാന്റെ പാദപത്മങ്ങളിൽ അലിഞ്ഞു ചേരണം, ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ മർത്യവേഷം തന്നത്. പക്ഷേ ഭഗവാന്റെ പാദപത്മങ്ങളിൽ അലിഞ്ഞു ചേരണമെങ്കിൽ പാപത്തിൻ്റെ ഒരു കണിക പോലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ആ കണികകളെ പരിപൂർണമായി പാപത്തെ നമ്മിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ഓരോരോ പരീക്ഷണങ്ങൾ നമ്മൾക്ക് ഭഗവാൻ നൽകും. അത്തരത്തിലൊരു പരീക്ഷണമാണ് നമ്മൾ ഓരോരുത്തരും ഈ ജന്മത്തിൽ ഈ മർത്യവേഷത്തിൽ നേരിടുന്നത്. കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ആരോടൊക്കെയാണോ മഹാഭാവം പ്രവർത്തിച്ചത്, ആരെയൊക്കെയാണോ അകാരണമായി ദ്രോഹിച്ചത്, ആരെയൊക്കെയാണോ അകാരണമായി ചതിച്ചത്, പീഡിപ്പിച്ചത്, അവരെല്ലാം ഈ ജന്മത്ത് നമ്മെ പീഡിപ്പിക്കുവാൻ, നമ്മെ ചതിക്കുവാൻ എത്തുമെന്ന് ഭാഗവതം നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
അപ്പോഴൊക്കെ നമ്മൾ ഈശ്വരനെ കുറ്റം പറയുന്നു. ഈശ്വരൻ എന്തുകൊണ്ട് എനിക്കിത് തന്നു, ഈശ്വരൻ എന്തുകൊണ്ട് എനിക്കിത് തന്നു എന്ന്. ഈശ്വരൻ ഇത് തരുവാനുള്ള കാരണം നമ്മിൽ പാപത്തിൻ്റെ കണികയെ ഉണ്ടാകരുത്, അവിടുത്തെ പദപത്മങ്ങളിൽ ഒരു നിമിഷം മുമ്പെങ്കിലും നമ്മെ ചേർക്കണം, ലയിപ്പിക്കണം. ഭഗവാൻ അതാണ് ഇച്ഛിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ നമ്മെ വിട്ടകലുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണശാലകളാണ്, സാഹചര്യമാണ് ആ സർവേശ്വരൻ നമ്മൾക്കായി ഒരുക്കി തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിപൂർണമായ ഈശ്വര വിശ്വാസത്തോടു കൂടി ഭഗവാനെ, ഈ പരീക്ഷണത്തെ ഞാൻ മറികടക്കും, കാരണം എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടുകൊണ്ട് നീ എന്നെ വീക്ഷിക്കുന്നു. ഞാൻ തളരില്ല, പതറില്ല, പകച്ചു പോകില്ല. തന്നെയുമല്ല, അറിവിൻ്റെ നിറകുടങ്ങളായ ആചാര്യമത്തുക്കളും ഋഷി പരമ്പരകളും പറയുന്നു, ബുദ്ധി വികാസം പ്രാപിക്കാത്തതായി ഈ ജന്മത്തിലേക്ക് എത്തിയിരിക്കുന്ന പല കുഞ്ഞുങ്ങളെയും നമ്മുടെ പരിസരത്ത് കാണാം. ഇവർക്ക് യാതൊരു ടെൻഷനുമില്ല. സ്വന്തവും ബന്ധവും, സ്വത്തുണ്ടാക്കണം, സമ്പത്തുണ്ടാക്കണം, ആടെ ആഭരണങ്ങൾ വാങ്ങണമെന്നുള്ള ചിന്തകളൊന്നും അവർക്കില്ല. നമ്മൾക്കാണ് അത്തരം ചിന്തകൾ. അവർക്ക് കഴിക്കുവാനും കുടിക്കുവാനും കളിക്കുവാനും ഉള്ളത് കിട്ടണം. അവരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വന്നാൽ അവർ വൈലൻ്റ് ആകും. അവരുടെ ആഗ്രഹങ്ങൾ നേടിയാൽ ഹാപ്പിയാകും. എങ്ങനെ വരുന്നു, എപ്രകാരം പോകുന്നു എന്നൊന്നും അവർക്ക് ചിന്തയില്ല. അവർക്ക് യാതൊരുവിധ മാനസികമായ പിരിമുറുക്കവുമില്ല. അതാണ് ഈശ്വര കടാക്ഷം ആവോളം ലഭിച്ച ജന്മങ്ങളാണ്, സുഹൃതികളാണ് അവർ. എന്നാൽ ഇനിയും കുറേ കാലം കൂടി മർത്യവേഷത്തിൽ സഞ്ചരിച്ചെങ്കിലേ ആ ജീവിതചക്രം പൂർത്തിയാവുകയുള്ളൂ, ഭഗവത് പത്മങ്ങളിൽ അവർ അലിഞ്ഞു ചേരുകയുള്ളൂ. അതുവരെ അവരെ സുരക്ഷിതമായി പരിപാലിക്കുവാൻ വേണ്ടി സർവേശ്വരൻ നമ്മൾക്കായി തന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്ത പൂർവ്വജന്മാർജിതമായ പാപം ഇതിലൂടെ ഇല്ലാതാകണമെന്നതാണ് ആ സർവേശ്വരൻ ഇച്ഛിക്കുന്നത്. നമ്മളത് കൃത്യമായി ചെയ്യുമോ എന്ന് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് സർവേശ്വര, എൻ്റെ പാപങ്ങൾ എന്നെ വിട്ടകലുവാൻ വേണ്ടി അങ്ങേ ഒരുക്കി തന്ന ഈ പരീക്ഷണത്തെ യഥാരീതി എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ പൂർത്തീകരിക്കും. അങ്ങയോടോ ഇന്നത്തെ എൻ്റെ ഈ സങ്കടത്തിന് കാരണമായി എൻ്റെ സന്തതിയായി വന്നു ചേർന്ന ഈ കുഞ്ഞിനോടോ ഞാൻ യാതൊരു രീതിയിലുള്ള അപ്രിയങ്ങളും ശത്രുതയും പ്രകടിപ്പിക്കാതെ എൻ്റെ സേവനമാണ്, എൻ്റെ ദൗത്യമാണ്, എൻ്റെ ധർമ്മമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങൾ ഇല്ലാതാകുവാൻ നീ എനിക്കായി ഒരുക്കി തന്ന ഒരവസരമാണ് എന്ന ബോധത്തോടു കൂടി ഞാനിതിനെ പൂർത്തീകരിക്കാൻ ശ്രമിക്കും എന്ന ചിന്തയോടുകൂടിയാണ് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന രീതിയിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ, പരിസരവാസികൾ ഏവരും ഒരുത്തനൊരു സങ്കടമുണ്ടാകുമ്പോൾ നമ്മൾക്ക് സന്തോഷമാണ് അവനെ കുറ്റപ്പെടുത്തുവാനും അതിൻ്റെ ന്യായവാദങ്ങൾ നിരത്തുവാനും. അവനവനൊരു സങ്കടം വരുമ്പോഴേ അതിൻ്റെ ആഴവും പരപ്പും നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. മറ്റുള്ളവൻ്റെ സങ്കടം കണ്ടുകൊണ്ട് പല്ലിളിച്ച് കാണിക്കുവാൻ ഒരു മടിയും നമ്മൾക്കില്ല. കുറ്റങ്ങളും കുറവുകളും ആവോളം നമ്മൾ നിരത്തും, അതിനുള്ള ന്യായവാദങ്ങളും നിരത്തും. എന്നാൽ അപ്രകാരം പലരും പരിശ്രമിക്കുമ്പോൾ ഈശ്വരൻ വീണ്ടും വീണ്ടും നമ്മെ പരീക്ഷിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ കട്ടി അറിയാൻ വേണ്ടി ഭഗവാൻ നടത്തുന്ന പരീക്ഷണമാണ്. നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നുണ്ടോ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ, നമ്മുടെ നാവിൽ നിന്ന് ശാപവചനങ്ങൾ വരുന്നുണ്ടോ, സ്വയം കുറ്റപ്പെടുത്തലുകൾ വരുന്നുണ്ടോ, ഈശ്വര നിന്ദകൾ വരുന്നുണ്ടോ, ഈശ്വര നിഷേധങ്ങൾ വരുന്നുണ്ടോ എന്ന് സർവേശ്വരൻ നമ്മെ പരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ആ ബോധത്തോടു കൂടി സർവേശ്വര, എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ ഈ സന്തതിയെ, അല്ലെങ്കിൽ ഈ എൻ്റെ ഈ സഹോദരിയെ, അല്ലെങ്കിൽ എൻ്റെ ഈ സഹോദരനെ, ആരാണോ ഇത്തരം ബുദ്ധിവികാസം പ്രാപിക്കാത്തവരായി നമ്മുടെ കർമ്മത്തിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്, അവരെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ പരിപാലിക്കുക തന്നെ വേണം. കാരണം സർവേശ്വരൻ നമ്മൾക്ക് ഒരുക്കി തരുന്ന ദിവ്യമായ അവസരമായി അതിനെ കാണണം എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ പാപങ്ങൾ നമ്മെ വിട്ടകലുവാനുള്ള ദിവ്യമായ അവസരമാണ് ഭഗവാൻ നമ്മൾക്കായി ഒരുക്കി തരുന്നത്. ഈ അവസരം നമ്മൾ ദുരുപയോഗപ്പെടുത്തിയാൽ, കൃത്യതയോടുകൂടി പ്രയോജനപ്പെടുത്താതിരുന്നാൽ, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതും പരിഹരിക്കാൻ കഴിയാത്തതുമായ പടുകുഴിയിലേക്കായിരിക്കും നമ്മൾ പിന്നീട് പതിക്കുവാൻ പോകുന്നത്. കൃമികീടങ്ങളായി നരകതുല്യങ്ങളായ വേദനകളും യാതനകളും പിന്നീട് നമ്മൾ അനുഭവിക്കണം. ആ അവസരം നമ്മിൽ എത്താതിരിക്കുവാൻ സ്നേഹസ്വരൂപനായ ഭഗവാൻ നമ്മൾക്ക് തന്ന ഒരു പരീക്ഷണമാണിത്. എൻ്റെ മകൾ ബുദ്ധിവികാസം പ്രാപിക്കാത്തതായി ജനിച്ചുവല്ലോ, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവരായി ജനിച്ചുവല്ലോ, അല്ലെങ്കിൽ എൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ സഹോദരികൾ, അതൊരു ശാപമായി കരുതാതെ ഏത് പരീക്ഷണത്തെയും പരീക്ഷകളെയും ജയിച്ചെങ്കിലേ വിജയം നേടാൻ കഴിയൂ. വിജയം നേടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകൾ സഹിക്കണം. അതുകൊണ്ട് ഇത് താൽക്കാലികമായ ഒരു പരീക്ഷണശാലയാണ്. ഇവിടെ നിന്ന് ഞാൻ ഈ പരീക്ഷകളെ വിജയിക്കും. സർവേശ്വര പദപത്മങ്ങളിൽ സർവ്വവിധമായ ഐശ്വര്യത്തോടും കൂടി വിലയം പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പല അവസരങ്ങളിലും നമ്മൾ എത്തപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ ഈ സാഹചര്യത്തെയും സന്ദർഭത്തെയും സങ്കടകരമായ തലത്തെയും മറികടക്കുവാനുള്ള ശക്തിയായി, ബുദ്ധിയായി, ക്ഷമയായി സർവദാ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. നീ എന്നെ കൈവടിഞ്ഞാൽ ഭഗവാനെ എനിക്ക് മറ്റാശ്രയമില്ല. അവയുടെ കൃപാകടാക്ഷം
അങ്ങയുടെ സർവ്വവിധമായ പിന്തുണകളും സർവദാ എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മപഥത്തിൽ സധൈര്യം വർത്തിക്കൂ. തീർച്ചയായും സർവേശ്വരൻ നമ്മെ കൈവിടില്ല. കാരണം ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്തത് ആ ചൈതന്യ സ്വരൂപൻ മാത്രമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം.